നമസ്കാരം. ADV ന്യൂസിലേക്ക് സ്വാഗതം. കിഴക്കൻ മേഖലകളിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ മനുഷ്യനെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കുമ്പോഴും അധികൃതർ നിസ്സഹായരാകുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കിഴക്കൻ മേഖലകളിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ മനുഷ്യനെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കുമ്പോഴും അധികൃതർ നിസ്സഹായരാകുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേഡിയം അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. സമ്മാനാർഹരായെന്ന് കാണിച്ച് മൊബൈൽ ഫോണിൽ വരുന്ന കോളുകളും മെസ്സേജുകളും സൂക്ഷിക്കുക. സമ്മാനങ്ങൾ ലഭിക്കുകയുമില്ല, കയ്യിലെ കാശ് നഷ്ടമാവുകയും ചെയ്യും. അഞ്ചലിലെ ലോക സിനിമാ പ്രേമികൾക്കായി 100 ആഴ്ചയിൽ 100 ലോക ക്ലാസിക് സിനിമകളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നു. വക്കം മിക്ക കലാകൈരളി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും പുനലൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന വയർമാൻ കോഴ്സിന്റെ ഭാഗമായി വീടുകൾക്ക് സൗജന്യ വയറിംഗ് ചെയ്തു നൽകി. വനപ്രദേശങ്ങളിലെ മാലിന്യ നിക്ഷേപത്തെ തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. കാട്ടുപാതകളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. അലയമൺ ഗ്രാമപഞ്ചായത്തിനെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാവുന്നു. വാർത്തകൾ വിശദമായി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേഡിയം അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളും ഉന്നതതല ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ജോയിന്റ് ഡെവലപ്മെന്റ് കമ്മീഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ JPC സുഭാഷ് ബാബു, FIRD സെക്രട്ടറി ശശിധരൻ പിള്ള, പ്രോജക്ട് ഡയറക്ടർ ജോൺസൺ എന്നിവരാണ് വ്യാഴാഴ്ച സ്ഥലം സന്ദർശിച്ചത്. NREGയുടെ പ്രവർത്തനം മികച്ച നിലവാരത്തിലുള്ളതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. Program we came here today to see the work done under various government programs, especially under NREGA, and we have seen that it is an excellent job done under NREGA program, and this has been developed, this platform has been developed under this program. It is a very excellent job. We appreciate this. ഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2014-15 സാമ്പത്തിക വർഷം നടപ്പാക്കിയതിൽ വളരെ മനോഹരമായ വളരെ മോഡലായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. വൃക്ഷങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കിക്കൊണ്ട് ഗ്രൗണ്ടിന് ഒരു ഗാലറി നിർമ്മിച്ചിരിക്കുകയാണ്. അത് 6,35,000 രൂപ മാത്രം ചെലവിട്ടുകൊണ്ട് നടന്ന ഒരു പ്രവൃത്തിയാണ്. അത് ഈ കേന്ദ്രത്തിൽ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ സംഘം ഇത് പരിശോധിക്കുകയും വിലയിരുത്തുകയും വളരെ നല്ല അഭിപ്രായം അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാ തൊഴിലാളികളെയും അവരുടെ അനുമോദനം അറിയിക്കാനും അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ അവസരത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. SIRDയിൽ നിന്നുള്ള ഫാക്കൽറ്റി അംഗങ്ങളോടൊപ്പമാണ് ഈ കേന്ദ്ര ടീം ഇവിടെ സന്ദർശിച്ചത്. 6,37,000 രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. 20 ലക്ഷത്തോളം രൂപയാകുമായിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കുറഞ്ഞ ചെലവിൽ പൂർത്തീകരിച്ചത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായ്, സെക്രട്ടറി അനൂപ് തുടങ്ങിയവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കിഴക്കൻ മേഖലകളിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ മനുഷ്യനെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കുമ്പോഴും അധികൃതർ നിസ്സഹായരാകുന്നു. കിഴക്കൻ മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് തെരുവുനായകളുടെ കടിയേറ്റത്. പുത്തയം, പനച്ചിവിള എന്നിവിടങ്ങളിൽ നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുകയും ചെയ്തിരുന്നു. വിളക്കുപാറയിൽ കുഞ്ഞിൻ്റെ മുഖത്ത് തെരുവുനായ കടിച്ചു കീറിയത് വലിയ വാർത്തയായിരുന്നു. ബുധനാഴ്ച അഗസ്ത്യക്കോട് OLP സ്കൂളിന് സമീപം പനവിള വീട്ടിൽ ഷിബുവിൻ്റെ വളർത്തുകോഴികളെയാണ് തെരുവുനായകൾ കടിച്ചു കൊന്നത്. പട്ടാപ്പകലായിരുന്നു തെരുവുനായകളുടെ ആക്രമണമെന്ന് ഷിബുവിൻ്റെ മാതാവ് പൊന്നമ്മ പറയുന്നു. പട്ടികൾ കൂട്ടത്തോടെ വന്നപ്പോൾ ഞാൻ ഇറങ്ങി കോഴിയെ രക്ഷിക്കാൻ നോക്കിയാൽ പട്ടികൾ എന്നെ കടിക്കും. അത് പേടിച്ച് ഞാൻ അകത്ത് കയറി കഥ അടച്ചത്. അല്ല, 5-6 പട്ടികളുണ്ടായിരുന്നു. കൂട്ടത്തോടെ ഒത്തിരി ഉണ്ടായിരുന്നു. എത്ര ഉണ്ടെന്ന് പോലും എനിക്ക് നോക്കാൻ പറ്റത്തില്ലായിരുന്നു. വീട്ടിൽ വേറെ ആരും അന്നേരം ഇല്ലായിരുന്നു. എനിക്ക് നടുവും നട്ടലൊന്നും വയ്യാത്ത, എനിക്ക് ഇറങ്ങി പട്ടിയെ ഓടിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ പേടിച്ച് കയറി കഥ അടച്ചത്. 16 കോഴി ഉണ്ടായിരുന്നു.
ഇനി 3 എണ്ണം ഉണ്ട്. ഇവനോടെ 3 എണ്ണം ഉണ്ട്. ബാക്കിയെല്ലാം കൊന്ന് നിരത്തിയിട്ട് ഒത്തിരി കൊണ്ടുപോയി. 7 എണ്ണം അവിടെ ചത്തത് കിടക്കുന്നു, ബാക്കി കൊണ്ടുപോയത്. സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോയെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കണ്ണ് തപ്പിയാൽ പിടിക്കുന്ന പേടിച്ച് നോക്കി തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയും കൂട്ടത്തോടെ വന്നപ്പോൾ എനിക്ക് ഭയമായി. അതുകൊണ്ട് പോയില്ല, ഇറങ്ങി. ഞാൻ പേടിച്ച് കഥ അടച്ചു. എന്നെ കൂടെ കടിക്കുമെന്നുള്ള പേടിയുണ്ട്. അതെനിക്ക് വയ്യാത്തതാണ്. 13 കോഴികളെയാണ് തെരുവുനായ്കൾ കടിച്ചു കൊന്നത്. തെരുവുനായ്കളുടെ ആക്രമണ സമയത്ത് ഭയന്ന് പൊന്നമ്മ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. തെരുവുനായ്കളുടെ ആക്രമണം രൂക്ഷമാകുമ്പോഴും സുപ്രീം കോടതി വിധിയെ മറികടന്ന് നടപടികളെടുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറാകുന്നില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചലിലെ ലോക സിനിമാ പ്രേമികൾക്കായി 100 ആഴ്ചകളിൽ 100 ലോക ക്ലാസിക് സിനിമകളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നു. അഞ്ചലിന്റെ ചലച്ചിത്ര പാരമ്പര്യത്തിന് അഭിമാനമായി സാംസ്കാരിക പ്രവർത്തകർ ലോക ക്ലാസിക്കൽ സിനിമകളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നു. 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചലച്ചിത്ര പ്രദർശനത്തിൽ ലോകോത്തര ഫിലിം മേക്കർമാർ തയ്യാറാക്കിയ 100 സിനിമകളാണ് പ്രദർശിപ്പിക്കുക. സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെ വലിയ പ്രചാരമാണ് സിനിമാ പ്രദർശന പരിപാടിക്ക് ലഭിക്കുന്നത്. ക്ലാസിക്കൽ സിനിമയെ പ്രേമിക്കുന്ന നിരവധി പ്രമുഖർ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചലച്ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കും. സിനിമകളെക്കുറിച്ചുള്ള അവലോകനങ്ങളും സെമിനാറുകളും ചലച്ചിത്ര പ്രദർശനത്തോടനുബന്ധിച്ച് നടക്കും. വൻ നഗരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം സിനിമാ പ്രദർശനങ്ങൾ അഞ്ചലിൽ നടക്കുമ്പോൾ വൻ വിജയമാക്കാനാണ് മനുഷ്യസ്പർശിയായ സിനിമയെ സ്നേഹിക്കുന്നവർ ശ്രമിക്കുന്നത്. 100 ആഴ്ച 100 ക്ലാസിക്കൽ സിനിമ എന്ന പേരിൽ നടക്കാനിരിക്കുന്ന ചലച്ചിത്ര പ്രദർശനത്തിൽ നിരവധി വിദേശ ക്ലാസിക്കൽ സിനിമകളും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. പരിപാടിക്ക് മുന്നോടിയായി ജൂലൈ 19 ഞായറാഴ്ച അഞ്ചൽ പനാസിയ PSC കോച്ചിംഗ് സെന്ററിൽ വെച്ച് ഓർഗനൈസിംഗ് കമ്മിറ്റി മീറ്റിംഗും ചേരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ADV ന്യൂസ്. സമ്മാനാർഹരായെന്ന് കാണിച്ച് മൊബൈൽ ഫോണിൽ വരുന്ന കോളുകളും മെസ്സേജുകളും സൂക്ഷിക്കുക. സമ്മാനങ്ങൾ ലഭിക്കുകയുമില്ല, കയ്യിലെ കാശ് നഷ്ടമാവുകയും ചെയ്യും. കോട്ടയ്ക്കൽ പറങ്കിമാവിള വീട്ടിൽ സാബുവിനാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ഓഫീസിൽ നിന്നും സമ്മാനം ലഭിച്ചതായി കാണിച്ച് ഫോൺ കോൾ ലഭിച്ചത്. ഫോൺ കോൾ വിശ്വസിച്ച സാബു മേൽവിലാസവും നൽകി. മേൽവിലാസത്തിൽ തപാൽ ഓഫീസ് വഴി ലഭിച്ചതാകട്ടെ 10 രൂപ പോലും വിലമതിക്കാത്ത മുത്തുമാല. സമ്മാനം കൈപ്പറ്റുന്നതിനായി 1000 രൂപയും സാബുവിന് അടയ്ക്കേണ്ടി വന്നു. മാല പരിശോധിച്ചപ്പോഴാണ് അമളി മനസ്സിലായതെന്ന് സാബു പറയുന്നു. കൊച്ചിയിലെ ഷോറൂമിൽ നിന്ന് ഒരു മാല അടിച്ചിട്ടുണ്ട്. അത് മൊബൈലിൻ്റെ ഷോറൂമാണ്. അവിടെ നിന്ന് നമുക്ക് ഞറക്കിട്ടൊരു മാല അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് 10 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ഓഫീസിൽ വരും. നമ്മളെ ഫുൾ അഡ്രസ്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുൾ അഡ്രസ്സ് കൊടുത്ത് ഇവിടെ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് മാല വന്നു. ഇന്നലെ പോസ്റ്റ് ആകുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്നതിൻ്റെ തുണ്ട് കൊടുത്തിട്ട് പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ 1000 രൂപ അടച്ച് അത് എടുത്തില്ലെന്നാണെങ്കിൽ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. നമ്മൾ വലിയ പ്രതീക്ഷയോടെ ചെന്ന് ഈ മാല എടുത്ത് ഇപ്പോൾ ഇവിടെ 5 കൊണ്ടുവന്ന് അതിൻ്റെ സംശയം എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് 10 രൂപയുടെ വിലയില്ലാത്തൊരു മാലയാണ്, ഇത് പറ്റിയിട്ടാണ്, ഇത് ഒരുപാട് ചീറ്റിങ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമുക്ക് മാനസികമായിട്ട് വലിയ പ്രയാസമായിട്ട് ഇല്ലാത്ത പൈസ കൊടുത്താണ് വാങ്ങിച്ചത്. സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ മുൻപും വിവിധയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക, ഒന്നും ചെയ്യാതെ വില കൂടിയ സമ്മാനങ്ങൾ നമുക്കാരും നൽകുകയില്ല. വില പിടിച്ച വസ്തുക്കളും പണവും സമ്മാനമായി ലഭിച്ചു എന്ന തരത്തിൽ വരുന്ന മെസ്സേജുകളും കോളുകളും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക. ഇനി ആരും ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അലയമൺ ഗ്രാമപഞ്ചായത്തിനെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാവുന്നു. അലയമൺ ഗ്രാമപഞ്ചായത്തിനെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഒഴിവാക്കി ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ അലയമൺ ഗ്രാമപഞ്ചായത്ത് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുകയും ചെയ്തു. അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രമാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള ദൂരം. ബ്ലോക്ക് പഞ്ചായത്ത് ചടയമംഗലം ആകുന്നതോടെ അലയമൺ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും 20 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടി വരും. അങ്കണവാടി പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ, മറ്റ് ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും അർഹതയുള്ളവർ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേരുക എന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് അലയമൺ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ജേക്കബ് മാത്യു പറഞ്ഞു. ഈ പഞ്ചായത്ത് 1963 സ്ഥാപിതമായതാണ്. അന്ന് മുതൽ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ അഞ്ചൽ ബ്ലോക്കിൽ ഉൾപ്പെട്ടവരും അഞ്ചൽ ബ്ലോക്കുമായിട്ടാണ് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പഞ്ചായത്തിൻ്റെ ഇത് 2 ചണ്ണപ്പേട്ട, അലയമൺ 2 വില്ലേജുകൾ ഉൾപ്പെട്ട പഞ്ചായത്താണ്. 2011 സെൻസസ് പ്രകാരം 24,500ഓളം ജനസംഖ്യയുണ്ട് ഈ പഞ്ചായത്തിൽ. ഇതിനകത്ത് ഏകദേശം 5000ഓളം ആൾക്കാർ തൊഴിലുറപ്പിൽ
ജോലി ചെയ്യുന്നവരാണ്. ഈ പഞ്ചായത്തിനെ അഞ്ചൽ ബ്ലോക്കിൽ നിന്നും ചടയമംഗലം ബ്ലോക്കിലേക്ക് മാറ്റിയപ്പോൾ അതിനോടൊപ്പം തന്നെ SC ആഫീസ്, AXC ആഫീസ്, കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ഓഫീസ്, ICDS ഓഫീസ് തുടങ്ങിയ ഓഫീസുകളെല്ലാം തന്നെ ചടയമംഗലത്തേക്ക് മാറ്റപ്പെടുകയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പുനലൂർ താലൂക്ക്, ഞങ്ങളെ ആ താലൂക്കിൽ നിന്ന് മാറ്റി ഇത്രയധികം ദൂരമുള്ള കൊട്ടാരക്കര താലൂക്കിലേക്ക് ഞങ്ങളെ മാറ്റിയിരിക്കുകയാണ്. ഈ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അതിരായ അഞ്ചൽ ടൗണിൽ നിന്ന് 1/2 കിലോമീറ്റർ നടന്ന് ബ്ലോക്ക് ഓഫീസിൽ പോകാവുന്ന ദൂരമുള്ള ഞങ്ങളെ ചടയമംഗലം ഡിവിഷനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുത്തിയാൽ, ഞങ്ങൾ ഇവിടുന്ന് ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ബസ് കയറി അഞ്ചലിറങ്ങി, അവിടെ നിന്നും ബസ് കയറി ആയൂരിറങ്ങി, ആയൂരിൽ നിന്ന് ബസ് കയറി വേണം ചടയമംഗലത്തുള്ള ബ്ലോക്ക് ഓഫീസിലെത്തുന്നതിന്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് കൃത്യമായി അളന്നാൽ 8 കിലോമീറ്ററും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ എൻഡിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ബ്ലോക്ക് ഓഫീസിന് പകരം ഞങ്ങൾ ചടയമംഗലം ബ്ലോക്ക് ഓഫീസിൽ പോകണമെങ്കിൽ 3 ബസ്സുകൾ കയറി 20 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇവിടുത്തെ തൊഴിലുറപ്പുകാർക്ക് അവരുടെ മഷ്റൂൾ വാങ്ങണമെങ്കിൽ IAY വിഭാഗത്തിൽ വീടോ കിണറോ കക്കൂസോ ഒക്കെ അനുവദിച്ച് ലഭിക്കുന്ന പാവങ്ങൾ അവരുടെ ചെക്ക് വാങ്ങണമെങ്കിൽ അംഗൻവാടി ടീച്ചേഴ്സ് അവർ ഹെൽപ്പേഴ്സ് ഇത്രയും ദൂരം യാത്ര ചെയ്യണം. ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ താലൂക്ക് സഭ കൂടുന്നതിന് പുനലൂരിൽ പോയാൽ മതിയായിരുന്നു. ഇനി ഞങ്ങളതിന് കൊട്ടാരക്കര പോകണം. ഒരു സ്കൂട്ടർ എടുത്താൽ ആ വണ്ടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പുനലൂരിന് പകരം ഞങ്ങൾ കൊട്ടാരക്കര പോകണം. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഇലക്ഷൻ ID കാർഡ് ചേർക്കുന്നതിന് ഞങ്ങൾ കൊട്ടാരക്കര പോയെങ്കിൽ മാത്രമേ കൊട്ടാരക്കരയാണ് അതുമായി ബന്ധപ്പെടേണ്ടത്. എല്ലാ രീതിയിലും ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു ദുരിതത്തിലേക്ക് താഴ്ത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഇവിടെ ഞങ്ങൾ കൂടുകയും ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കുകയും അത് ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ സർവകക്ഷി സമ്മേളനം വിളിച്ചുകൂട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ പങ്കെടുക്കുകയും അവരും പ്രമേയം പാസ്സാക്കുകയും ഐക്യകണ്ഠേന തന്നെ അത് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അലൈമൺ ഗ്രാമപഞ്ചായത്തിനെ പുനലൂർ താലൂക്കിൽ നിന്നും ഒഴിവാക്കി കൊട്ടാരക്കര താലൂക്കിൽ ഉൾപ്പെടുത്തുന്നതിലും നാട്ടുകാർക്ക് വലിയ വിയോജിപ്പാണുള്ളതെന്നും ജേക്കബ് മാത്യു കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S. ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മണ്ണളി ജ്വല്ലേഴ്സ്. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്രവ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഗാനം സാരീസ്, മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ.
Galaxy AC Ladies Fitness Center, College Junction, Anjan. Fully air-conditioned fitness സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ് ജിം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ ചേഞ്ച് യുവർ ലൈഫ്. വാർത്തകൾ തുടരുന്നു. വക്കം മിക്ക കലാകൈരളി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും പുനലൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന വയർമാൻ കോഴ്സിന്റെ ഭാഗമായി വീടുകൾക്ക് സൗജന്യ വയറിംഗ് ചെയ്തു നൽകി. വക്കമുക്ക് കലാകൈരളി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും പുനലൂർ പോളിടെക്നിക്കിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഹ്രസ്വകാല വയറിംഗ് കോഴ്സിന്റെ ഭാഗമായാണ് വക്കമുക്ക്, ചൂരക്കുളം എന്നിവിടങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വീടുകളിൽ സൗജന്യമായി വയറിംഗ് ജോലികൾ ചെയ്തു നൽകുന്നത്. വയറിംഗ് കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന്റെ ഭാഗമായാണ് വയറിംഗ് ജോലികൾ ചെയ്തു നൽകുന്നതെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പുനലൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഇൻസ്ട്രക്ടർ രാജേഷ് കുമാർ പറഞ്ഞു. ഇത് ഗവൺമെന്റ് പോളിടെക്നിക് പുനലൂരിൻ്റെ CDTP എന്ന് പറയുന്ന ഒരു സ്കീം പ്രകാരം നടത്തുന്ന പരിശീലന പരിപാടിയാണ്. അപ്പം ഇവിടെ വക്കമുക്ക് സെൻറ്ററിൽ ഇലക്ട്രീഷ്യൻ ആൻഡ് ഹൗസ് വയറിങ്ങിൻ്റെ ഒരു 3 മാസത്തെ കോഴ്സാണ് ഇവിടെ നടക്കുന്നത്. വക്കമുക്ക് കലാകൈരളി ക്ലബ്ബിലാണ് ഇത് നടത്തുന്നത്. അപ്പം അതിന് പഠനത്തിൻ്റെ ഭാഗമായിട്ട് പിള്ളേരുടെ പ്രാക്ടിക്കലിനും വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നമ്മൾ വീടുകൾ വൈദ്യീകരിച്ച് കൊടുക്കുന്നുണ്ട്. വയറിംഗ് പരിപാടികൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഈ കാണുന്നത്. കലാകൈരളി സാംസ്കാരിക വേദിയുടെ ഭാഗമായി പുനലൂർ പോളിടെക്നിക് കോളേജുമായി ചേർന്ന് നടത്തുന്ന കോഴ്സുകൾ ഏറെ പ്രയോജനപ്രദമാണെന്ന് പ്രസിഡന്റ് K. ബാബുരാജ് പറഞ്ഞു. പുനലൂർ പോളിടെക്നിക്കും കലാകൈരളിയും സംയുക്തമായി നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യമാക്കി അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ത്രൂ പോളി എന്ന സ്കീം ആസൂത്രണം ചെയ്യുകയും അതിലൂടെ കലാകൈരളി ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നതിനുള്ള അവസരം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ സൗജന്യമായി നടത്തിയ വയറിംഗ് മികച്ച നിലവാരത്തിലുള്ളതാണെന്ന് വീട്ടുടമസ്ഥരും സാക്ഷ്യം വെക്കുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഒറ്റത്തെങ്ങ് തോയ്ത്തല റോഡിൽ 50ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ട റോഡ് തകർന്ന നിലയിൽ. വർഷങ്ങളായി കാട് മൂടപ്പെട്ട് കുണ്ടും കുഴിയും രൂപപ്പെട്ടിരിക്കുകയാണ് ഈ റോഡിൽ. 50ഓളം കുടുംബങ്ങൾക്ക് എളുപ്പത്തിൽ ഒറ്റത്തെങ്ങ് തോയ്ത്തല റോഡിൽ എത്തിച്ചേരുവാനുള്ള സമാന്തര പാത കൂടിയാണിത്. എന്നാൽ മഴവെള്ളപ്പാച്ചിലിനും മറ്റും നിലവിലുണ്ടായിരുന്ന ചാല് വലുതായി ഓട്ടോറിക്ഷ പോലും ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത സ്ഥിതിയായി. റോഡിന്റെ ശോചനീയാവസ്ഥയെപ്പറ്റി പ്രദേശവാസിയായ ജയകുമാർ ADV ന്യൂസിനോട് പ്രതികരിച്ചു. ഏറം 19-ാം വാർഡിലെ ഏകദേശം ഒരു 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണിത്. അവർക്ക് കടന്നു പോകേണ്ട ഒരു റോഡാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെയധികം ചെറിയ കുട്ടികളും വയസ്സായ വൃദ്ധജനങ്ങളും ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയായിട്ടുള്ള ഈ ഭാഗത്ത് ഈ റോഡ് തകർന്നു കിടന്നിട്ട് ഏകദേശം വർഷങ്ങളായിരിക്കുകയാണ്. നമുക്ക് ഒരു പഞ്ചായത്ത് സമിതി, ഒരു സ്ഥിരം സമിതിയും എല്ലാ കാര്യങ്ങളും റോഡിന് വേണ്ടിയിട്ടും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇത്രയും നാളായിട്ടും യാതൊരു കാരണവശാലും ഈ റോഡിനെ പറ്റി തിരിഞ്ഞു നോക്കുകയോ അതിന് വേണ്ടുന്ന ഒരു തുടർ നടപടികൾ, അത് ശരിയാക്കി തരുന്നതിന് വേണ്ടുന്ന ഒരു തുടർ നടപടികൾ ഇതുവരെ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. എന്തായാലും ഇനിയെങ്കിലും ഈ ന്യൂസ് കണ്ടിട്ടെങ്കിലും അധികൃതരുടെ കണ്ണ് തുറന്നിട്ട് ഇത് ഈ യാത്രക്കാർക്ക് വളരെയധികം സൗകര്യമായ രീതിയിൽ ഈ റോഡ് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടും, അതോടൊപ്പം തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ പോലെ പ്രവർത്തിക്കുന്ന ഒരാൾക്കാരാണ് ഇതിന് അനുബന്ധമായിട്ടുള്ള പുരയിടം വാങ്ങിയിട്ടിരിക്കുന്നത്. വളരെയധികം കാടൊക്കെ കേടി മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ്. വന്യ മൃഗങ്ങൾക്കുൾപ്പെടെയായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായി കിടക്കുന്ന ഈ ഒരു ഭാഗം വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് സമീപ പ്രദേശവാസികൾക്ക്. ഏതെങ്കിലും രീതിയിൽ ഇതും കൂടെ ഇതിനോടൊപ്പം തന്നെ വളരെയധികം വൃത്തിയാക്കി തരണമെന്നും ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
മുൻപ് ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുമായിരുന്നു. എന്നാൽ സമീപത്തെ മറ്റു റോഡുകളെല്ലാം തന്നെ പുതുക്കി പണിഞ്ഞുവെങ്കിലും ഇവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. സമീപത്തായുള്ള പുരയിടത്തിൽ നിന്നും കാട് പടർന്നിറങ്ങി രാത്രികാലങ്ങളിൽ കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. 50ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ട റോഡ് ഇനിയെങ്കിലും നന്നാക്കാൻ അധികൃതർ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഏറം കൊല്ലിയിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം വെള്ളിയാഴ്ച നടക്കും. ഏറം കൊല്ലിയിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം വെള്ളിയാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാമൃത്യുഞ്ജയ ഹോമം നടക്കുന്നത്. മൃത്യുഞ്ജയ ഹോമത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ ഭക്തരും മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുക്കണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇന്നുവരെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ലാത്ത പല അത്ഭുത സംഭവങ്ങളും വളരെ ഭീകരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടുന്നതിലേക്കായി ഈശ്വര ആരാധനയിലൂടെ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലായിക്കൊണ്ട് നാളെ കർക്കിടകം 1 രാവിലെ 6 മണി മുതൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടക്കുകയാണ്. ഈ മൃത്യുഞ്ജയ ഹോമത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഹോമം കഴിഞ്ഞാൽ ഉടൻ തന്നെ കഞ്ഞിസദ്യ ആരംഭിക്കുന്നതാണ്. ഈ കഞ്ഞിസദ്യയിലും എല്ലാ ആളുകളും പങ്കെടുത്ത് ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് ദേവീനാമത്തിലും പരമേശ്വരൻ്റെ നാമത്തിലും എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വനപ്രദേശങ്ങളിലെ മാലിന്യ നിക്ഷേപത്തെ തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. കാട്ടുപാതകളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. കിഴക്കൻ മേഖലയിലെ വനപ്രദേശങ്ങളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാകുമ്പോഴും നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ജില്ലയിലെ വനപ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി പലരും തിരഞ്ഞെടുക്കുന്നത് കാടിനെയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇറച്ചി മാലിന്യങ്ങളും വനപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയോരങ്ങളിൽ വ്യാപകമായി നിക്ഷേപിച്ചിരിക്കുന്നു. ആശുപത്രി മാലിന്യങ്ങളും മറ്റ് ഖരമാലിന്യങ്ങളും വന്യജീവികൾക്കും ഭീഷണിയാണ്. വനപ്രദേശങ്ങളിലെ മാലിന്യ നിക്ഷേപങ്ങൾ തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന വനം വകുപ്പിന്റെ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല. മാലിന്യ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ CCTV ക്യാമറകൾ സ്ഥാപിക്കാനോ പട്രോളിംഗ് നടത്താനോ പോലീസോ വനം വകുപ്പോ ഇതുവരെ തയ്യാറായിട്ടില്ല. രാത്രികാലങ്ങളിൽ ടിപ്പറുകളിലും പിക്കപ്പുകളിലും എത്തിയാണ് വനങ്ങളിലും ആളൊഴിഞ്ഞ ഇടങ്ങളിലും മാലിന്യങ്ങൾ തള്ളുന്നത്. ഇറച്ചി മാലിന്യങ്ങൾ തിന്നാനായി തെരുവ് നായ്ക്കൾ കൂട്ടമായി തമ്പടിക്കുന്നതോടെ കാൽനടയാത്രക്കാർക്ക് ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. വനപ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴക്കൻ മേഖലകളിൽ തെരുവുനായകളുടെ ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കുമ്പോഴും അധികൃതർ നിസ്സഹായരാകുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേഡിയം അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. സമ്മാനാർഹരായെന്ന് കാണിച്ച് മൊബൈൽ ഫോണിൽ വരുന്ന കോളുകളും മെസ്സേജുകളും സൂക്ഷിക്കുക. സമ്മാനങ്ങൾ ലഭിക്കുകയുമില്ല, കയ്യിലെ കാശ് നഷ്ടമാവുകയും ചെയ്യും. അഞ്ചലിലെ ലോക സിനിമാ പ്രേമികൾക്കായി 100 ആഴ്ചയിൽ 100 ലോക ക്ലാസിക് സിനിമകളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നു. വക്കം മിക്ക കലാകൈരളി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും പുനലൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന വയർമാൻ കോഴ്സിന്റെ ഭാഗമായി വീടുകൾക്ക് സൗജന്യ വയറിംഗ് ചെയ്തു നൽകി. വനപ്രദേശങ്ങളിലെ മാലിന്യ നിക്ഷേപത്തെ തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. കാട്ടുപാതകളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. അലയമൺ ഗ്രാമപഞ്ചായത്തിനെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാവുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.